നമസ്കാരം. പാശ്ചാത്യ സംസ്കാരം ക്രിസ്തീയ കുടുംബങ്ങളിൽ നമ്മുടെ ഇന്നത്തെ ജീവിത രീതി പരിശോധിക്കുമ്പോൾ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നതും അവിടെ ചേക്കേറി അവിടുത്തെ സുഖസമ്പന്നതയിൽ ജീവിക്കുന്നതും ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടമായി പുതിയ തലമുറ കണക്കാക്കുന്നതായി കാണാം. എന്തുകൊണ്ടായിരിക്കാം ഇന്നത്തെ തലമുറ, ആധുനിക തലമുറ ഇത്തരത്തിൽ ചിന്തിക്കുന്നത്? സ്വന്തം ദേശവും സ്വന്തം പ്രിയപ്പെട്ടവരെയുമെല്ലാം വേർപെട്ട് ഇതര ദേശങ്ങളിൽ പോയി അവിടുത്തെ ജീവിതം സ്വന്തമാക്കാൻ എന്തുകൊണ്ടായിരിക്കാം അവർ ആഗ്രഹിക്കുന്നത്? പലപ്പോഴും മാധ്യമങ്ങളുടെ അതിപ്രസരവും നാടും വീടുമെല്ലാം വിട്ടു പോകാനുള്ള ഇത്തരത്തിലുള്ള ആഗ്രഹങ്ങളുമെല്ലാം സമ്പന്നതയുടെ പിന്നാലെയുള്ള പരക്കമ്പാച്ചിലായി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എന്താണ് നമ്മുടെ ഈ ദേശത്തോടും നമ്മുടെ ക്രിസ്തീയ മൂല്യങ്ങളോടുമൊക്കെ അവർക്കൊരു വിയോജിപ്പ് തോന്നാൻ കാരണം? തീർച്ചയായും ഇന്നത്തെ പാശ്ചാത്യ ചിന്തകൾ ജീവിതത്തെ വളരെ സ്വതന്ത്രമായി കാണാനും സ്വാതന്ത്ര്യം ആഘോഷിക്കപ്പെടാനുമുള്ളതാണ് എന്ന് അവരെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നില്ലേ? അത്തരത്തിൽ ചിന്തിക്കുമ്പോൾ, ദേശവും പ്രിയപ്പെട്ടവരെയുമെല്ലാം വിട്ടകന്ന് ജീവിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കേരളീയ പശ്ചാത്തലത്തിലുള്ള പലതരത്തിലുള്ള ക്രിസ്തീയ മൂല്യങ്ങളും ജീവിത സാഹചര്യങ്ങളുമാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുന്നിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. നമ്മുടെയെല്ലാം ക്രിസ്തീയ കുടുംബങ്ങളിൽ, കൂട്ടുകുടുംബങ്ങളിൽ ക്രിസ്തുവിനെ എങ്ങനെയാണ് ആഘോഷിച്ചിരുന്നത്? സുഖമാണെങ്കിലും ദുഃഖമാണെങ്കിലും എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് അച്ചാച്ചന്മാരും അമ്മച്ചിമാരും പറഞ്ഞു കൊടുക്കുന്ന ഈശോ കഥകളും മാതാവിൻ്റെ കഥകളുമൊക്കെ കേട്ട് ഏത് ദുരിതങ്ങൾ വന്നാലും അമ്മയെയും യേശുവിനെയും ഒക്കെ മുറുകെ പിടിച്ച് ഉള്ള സാഹചര്യങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തി നന്മയോടെ ജീവിക്കാനായിരുന്നു നമ്മെ പഠിപ്പിച്ചിരുന്നത്. അത്തരത്തിലുള്ള കൂട്ടുകുടുംബങ്ങൾ ഇന്ന് അപ്രത്യക്ഷമാവുമ്പോൾ നമ്മുടെ സന്ധ്യാവേളകൾ, നമ്മുടെ സന്ധ്യാപ്രാർത്ഥനയുടെ വേളകൾ ഇന്ന് മൊബൈൽ ഫോണും TV-യുമൊക്കെ കയ്യിലെടുക്കുമ്പോൾ നമുക്ക് എന്താണ് കൈമോശം വന്നു പോകുന്നത്? നമുക്ക് ചിന്തിക്കാം, ക്രിസ്തീയ മൂല്യങ്ങൾ എവിടേക്ക് പോകുന്നുവെന്ന്.